ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെനക്കത്തൂരാണ്. ചെനക്കത്തൂർ ഒരു പൂരം കാണാൻ വേണ്ടി വന്നത്. പേര് കേട്ട ചെനക്കത്തൂർ പൂരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആനകളെയും കുതിരകളെയും ഈ പറഞ്ഞ പോലെ 27 ആനകളുടെയും അകമ്പടിയോട് കൂടി നടക്കുന്ന ചെനക്കത്തൂർ പൂരത്തിലാണ് നമ്മൾ ഇപ്പോൾ അകമ്പടിയോട് നിൽക്കുന്നത്. നമുക്ക് ചെനക്കത്തൂർ പൂരത്തിന്റെ അകത്തോട്ട് കിടക്കാം. കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ കുതിര വീണു. നമുക്ക് ഈ ജയിന്റ് വില്ല് നമുക്ക് കയറാം. ഈ കാണുന്ന ജയിന്റ് വില്ല് അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഈ ഏരിയ മൊത്തം മോളിൽ നിന്ന് നമുക്ക് കാണാം. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് പാലപ്പുറം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളി 2 വ്യത്യസ്ത ഭാവങ്ങളിൽ കുടിയിരിക്കുന്ന ക്ഷേത്രം. തെക്കോട്ട് ദർശനം വരുന്ന അപൂർവ ക്ഷേത്രം, 3 കൊടിമരങ്ങളുള്ള ക്ഷേത്രം തുടങ്ങിയ ധാരാളം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രം. ഇവിടെ സത്യത്തിൽ ഇതൊരു വലിയ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഭയങ്കര പേടി. അപ്പൊ മോളിൽ കയറണം. നമുക്ക് മോളിൽ കയറിയിട്ട് ഇതിന്റെ ഒരു നല്ലൊരു ഷോട്ട് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നോക്കാം, കുറച്ച് നല്ല ഗംഭീര ഷോട്ടുകൾ നമുക്ക് എടുക്കാം. സത്യത്തിന് നല്ല പേടി തോന്നുന്നുണ്ട് ഗൈസ്. കണ്ണടച്ചോ.
സ്പീഡൊക്കെ ഒക്കില്ല. ഞാൻ പറഞ്ഞു നല്ല സ്പീഡുണ്ട്, ഞാൻ കണ്ടുണ്ട്. അയ്യോ ഞാൻ എന്തിനൊന്നും നോക്കില്ല. ഞാൻ എന്റെ ശ്രദ്ധ നേരെ ഏഷ്യനെറ്റ് മ്യൂസിക് ആയിരിക്കും. ഞാൻ കണ്ണടച്ചിരിക്കണോട് പേടിക്കണ്ട. ഞാൻ ന്യൂസ് കണ്ടോണ്ടിരിക്കാണ്. ഞാൻ ഇന്നത്തെ പ്രധാന വാർത്ത. ഞാൻ കണ്ണടച്ചിരിക്കണത് കൊണ്ടല്ല. പേടിക്കണ്ട. ഇന്നത്തെ പ്രധാന വാർത്ത. എന്റെ അമ്മോ. എന്റെ വയറ് കിട്ടി എല്ലാം ജോയിന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഒന്നയ്യോ. ഇന്നത്തെ പ്രധാന ന്യൂസുകൾ. ഒരു അഡ്രസ് പറഞ്ഞതൊക്കെ ഇതിനോടൊക്കെ സ്ലോ ആക്കി തോന്നുന്നു. ഒരു കിഡ്നി വയറൊക്കെ ജോയിന്റ് ആയിക്കൊണ്ടിരിക്കല്ലേ. ഒരു എന്തൊക്കെയോ ഫീലിംഗ് തോന്നുന്നുണ്ട്. അയ്യോ ഇത് പരിപ്പിക്കാൻ നമ്മൾ പോകുന്നു ഗൈസ്. സ്ലോ ആക്കി തോന്നുന്നു ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇതിൽ കയറിയിട്ടുണ്ടോ? കമന്റ് ചെയ്യോ ഗൈസ്. സത്യത്തിൽ ഇത്ര നാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കേരളമായി. നമുക്ക് കാണാം ഓരോ ദേശക്കാരും ഓരോ കാളകളെ കൊണ്ടുവന്നിട്ട് ഭഗവതിയെ കൊണ്ടുവന്നിട്ട് വണങ്ങിട്ട് പോകുന്നതാണ്. ഇത് ഉത്സവത്തിന് തലേ ദിവസമാണ് ഇങ്ങനൊരു ഇത് നടക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം ചുറ്റൂടെ അയ്യയ്യോ അയ്യയ്യോ എന്നുള്ള വിളി. അത് ഭഗവതിയുമായി കണക്ട് ചെയ്ത് പറയുന്നൊരു മിത്ത്